റംബൂട്ടാൻ കൃഷിയിൽ വിജയം കൊയ്ത് തിരുമേനിയിലെ അറക്കൽ ജോയ്. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയപ്പെട്ടതായി മാറിയ റംബൂട്ടാൻ കൃഷിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. മലേഷ്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും തെക്കുകിഴക്കേ ഏഷ്യയിലും മറ്റുമാണ് റംബൂട്ടാൻ അധികമായും കണ്ടുവരുന്നത്. ലിച്ചി, ലോങ്ങൻ എന്നിവയുടെ സാദൃശ്യമുള്ളതാണ് ഈ ഫലം. മലായി ദ്വീപസമൂഹങ്ങളാണ് റംബൂട്ടാന്റെ ജന്മദേശം. റോമൻ ഇബിഡം എന്നർത്ഥം വരുന്ന റംബൂട്ട് എന്ന മലായി വാക്കിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. കേരളത്തിലും ഇത് നന്നായി വളരുകയും കായ്ഫലം തരുകയും ചെയ്യുന്നുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട പഴവർഗ്ഗങ്ങളിൽ ഒന്നായി ഇപ്പോൾ റംബൂട്ടാൻ മാറിയിട്ടുണ്ട്. മാവും പ്ലാവും പോലെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളിലും വ്യാപകമായി റംബൂട്ടാൻ മരങ്ങളും കണ്ടുവരുന്നു. 7 വർഷം പ്രായമായ മരങ്ങളാണ് കായ്ച്ചു തുടങ്ങുന്നത്. പഴങ്ങളിലെ രാജകുമാരി എന്നും ദേവതകളുടെ ഭക്ഷണമെന്നും വിശേഷിക്കപ്പെടുന്ന റംബൂട്ടാൻ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമാണ്. ഔഷധമായും ഇത് ഉപയോഗിക്കുന്നു. ദിവസേന 5 റംബൂട്ടാൻ പഴങ്ങൾ കഴിക്കുന്നത് അർബുദ സാധ്യത കുറയ്ക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. 100 ഗ്രാം റംബൂട്ടാനിൽ 40 മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. റംബൂട്ടാൻ സ്ഥിരമായി കഴിച്ചാൽ പനി, ജലദോഷം എന്നിവ വരെ തടയാം. ചർമ്മ സൗന്ദര്യം സംരക്ഷിക്കാനും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നു. ധാരാളം കോപ്പർ അടങ്ങിയ ഫലമാണ് റംബൂട്ടാൻ. എല്ലുകളുടെ ആരോഗ്യത്തിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുവാനും അനീമിയ തടയാനും റംബൂട്ടാൻ കഴിക്കുന്നത് നല്ലതാണ്. മുടി നന്നായി വളരാനും റംബൂട്ടാനെ ആശ്രയിക്കാം. ഇതിന്റെ ഇലകൾ നന്നായി അരച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കാം. 20 മിനിറ്റിനു ശേഷം കഴുകിക്കളയാം. മുടി ഇടതൂർന്ന് വളരാൻ ഇത് സഹായിക്കും. റംബൂട്ടാൻ പഴം പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. ജ്യൂസായോ സാലഡിൽ ഉൾപ്പെടുത്തിയോ ഇത് കഴിക്കാം. ചുവപ്പ്, കടുമഞ്ഞ, മഞ്ഞ എന്നീ നിറങ്ങളിൽ പഴങ്ങൾ കാണപ്പെടുന്ന ഇനങ്ങൾ റംബൂട്ടാനിലുണ്ട്. വിത്ത് വഴിയും വായുവിൽ പതിവിച്ചും ഗ്രാഫ്റ്റ്, മുകുളനം വഴിയും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് കേരളത്തിൽ റംബൂട്ടാന്റെ പൂക്കാലം. എന്നിരുന്നാലും റംബൂട്ടാൻ അമിതമായി കഴിക്കുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുന്നു. ദൈനംദിന ആവശ്യത്തിനോ അനുയോജ്യതയ്ക്കോ അനുസരിച്ച് കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന് അത് അപകടകരമാണ്. റംബൂട്ടാനിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് പ്രമേഹമുള്ളവർക്ക് അനുയോജ്യമല്ല. റംബൂട്ടാനിലെ പഞ്ചസാരയുടെ അംശം പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും അതുവഴി പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും. ഇത്തരക്കാർ പകുതി പഴുത്ത റംബൂട്ടാൻ കഴിക്കുന്നതാകും നല്ലത്. ഗർഭാവസ്ഥയിൽ റംബൂട്ടാൻ ദോഷം ചെയ്യില്ലെങ്കിലും കൂടുതൽ മധുരമുള്ള പഴുത്ത പഴങ്ങൾ ആശങ്കയ്ക്ക് കാരണമാകും. അധികം പഴുത്ത റംബൂട്ടാനിൽ ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഈ പഞ്ചസാര ശരീരത്തിനുള്ളിൽ ഉടൻ തന്നെ മദ്യത്തിന്റെ സ്വഭാവമായി മാറുന്നു. ശരീരത്തിനുള്ളിലെ റംബൂട്ടാൻ പൾപ്പിന്റെ ആൽക്കഹോൾ ഗുണങ്ങൾ ഗർഭിണികൾക്കും ഗർഭപിണ്ഡത്തിനും അപകടകരമാണ്. അതിനാൽ സ്ത്രീകൾ ഗർഭകാലത്ത് റംബൂട്ടാൻ ഒഴിവാക്കുക. ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് ഉയർത്താനും റംബൂട്ടാന് സാധിക്കും. ആപ്പിളിനെയും വാഴപ്പഴത്തെയും അപേക്ഷിച്ച് റംബൂട്ടാൻ യാഥാർത്ഥ്യത്തിൽ നാരുകളുള്ള ഒരു ഫലമല്ല. പൾപ്പി ടെക്സ്ചർ ജലമായതിനാൽ ദഹനനാളവുമായി പൊരുത്തപ്പെടാൻ അധികം സഹായിക്കുന്നില്ല. അമിതമായി കഴിക്കുമ്പോൾ ദഹന വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും മലബന്ധത്തിന് കാരണമാവുകയും ചെയ്യും. ഒരുപോലെ ഗുണവും ദോഷവുമുള്ള ഫലമാണ് റംബൂട്ടാൻ. റംബൂട്ടാൻ കൃഷിയിൽ വിജയം കൊയ്ത തിരുമേനിയിലെ അറക്കൽ ജോയിയുടെ വീട്ടുമുറ്റത്തുള്ള മരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു വലിയ റംബൂട്ടാൻ മരത്തിൽ നിന്ന് ഇപ്പോഴത്തെ വിലയനുസരിച്ച് 20,000-നും 30,000-നും ഇടയിൽ പഴങ്ങൾ പറിക്കാമെന്ന് ജോയ് അവകാശപ്പെടുന്നു. റംബൂട്ടാനാണ്. റംബൂട്ടാൻ കൃഷി ഞാനൊരു കൗതുകത്തിന് വേണ്ടിയാണ് ഈ കൃഷി ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇതിപ്പോൾ ഒരു 8 വർഷം, ഏകദേശം 8 വർഷം പ്രായമുള്ള ഒരു മരമാണ്. ഇത് ചെറുപുഴ ഒരു നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങുന്നത്. കൃത്യം 3-ാം വർഷം ഇതിന് കായ്ഫലം ഉണ്ടായി. കൂടുതൽ കായ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വലിപ്പം ലേശം കുറയും. പക്ഷെ നമുക്ക് ഒരു കൃഷിപരയിലോ യാതൊരു രീതിയിലുള്ള മറ്റ് കേടുകൾ, മറ്റ് നമ്മൾ വളപ്രയോഗങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 3-4 വർഷമൊന്നും ഞാനിത്
അങ്ങനെ കാര്യമായിട്ട് ഇതിൻ്റെ കച്ചവട ഇതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് മുതലാണ് ഇത് ചെറുപുഴ മാർക്കറ്റിൽ 150 രൂപ 200 രൂപ വിലയ്ക്ക് വിൽക്കാൻ പറ്റുമെന്നുള്ളത് അറിയുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു 50 കിലോയോളം, എനിക്ക് ഈ ഒരു മരം മാത്രമേ ഉള്ളൂ, 50 കിലോയോളം ഞാൻ വിറ്റു. എനിക്ക് ഇത് കുഴിച്ച് വെച്ചതല്ലാണ്ട് വേറൊരു മുടക്കും ഇതുവരെ ഇല്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ശല്യം എന്ന് പറയുന്നത്, ഒരു കുഴപ്പമെന്ന് പറയുന്നത് കിളികളാണ്. കിളികൾ വന്നിട്ട് ഇത് പടുത്ത് കഴിയുമ്പോഴത്തേക്ക് മുഴുവൻ കുത്തി തുളച്ച്, കഴിഞ്ഞ വർഷം കഴിച്ചതിൻ്റെ പകുതിയും കിളി തുളച്ച് കളയത്. അതുപോലെ തന്നെ ഇത് ഒരു പകുതി പ്രായമാകുമ്പോഴത്തേക്ക് ഇത് പൊഴിച്ചില്ല, ഭയങ്കരമായിട്ട് ഇത് പൊഴിഞ്ഞു പോകും. ഇതിൻ്റെ ചുവടിൽ ഇങ്ങനെ പൂവ് പതറിയ പോലെ നമുക്ക് കാണാം ഇത് പൊഴിഞ്ഞു കിടക്കുന്നത്. അങ്ങനെയുള്ള 1-2 ഈ കിളിയുടെ ശല്യവും ഈ പിന്നെ കായ് പൊഴിച്ചിലും അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ചുവപ്പ് നിറമായി കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് കാണാനുള്ള ഭംഗി. അതുപോലെ തന്നെ ഇത് വളരെ ആദായകരമായ കൃഷിയാണ്. ഇപ്പോൾ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് വളരെ ആദായകരമാണ്. വലിയ മുതൽ മുടക്കില്ലാതെ കിട്ടുന്ന ഒരു വരുമാനമാണിത്. ജോയിയുടെ ഭാര്യ ആലീസും പഴങ്ങൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമായി കൂടെയുണ്ട്. ചെറുപുഴ വാർത്തയ്ക്കായി ദൃശ്യങ്ങൾ പകർത്തിയത് സണ്ണി പതിയിൽ. അപ്സര, മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.